പ്രിയമുള്ള +2 വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷിലെ പുതിയ ഒരു പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിയുന്ന പാഠങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നോട്ടുകൾ എഴുതി വെക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസത്തിൽ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. നിങ്ങളെ വിളിപ്പിക്കുവാനോ ബുക്ക് പരിശോധിക്കുവാനോ സാധിക്കാത്ത സാഹചര്യമായതിനാൽ നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. 23-ാം തീയതി വരെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അതിനുശേഷം സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബുക്ക് എല്ലാവരും കൊണ്ടുവരാൻ പറയും. അപ്പോൾ അതിനനുസരിച്ച് ബുക്കുകളെല്ലാവരും കൊണ്ടുവന്ന് പരിശോധിപ്പിക്കുക, ഫീസ് പൂർണ്ണമാക്കുക. നല്ലതായി സഹകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സം വരുത്തില്ല. അതേസമയത്ത് സഹകരണം വേണ്ടത്ര കിട്ടുന്നില്ല എന്ന പരിഭവത്തോടുകൂടി പറയുകയാണ്. സഹകരിച്ചവരുമുണ്ട്, സഹകരിക്കാൻ സാധിക്കാത്തവരുമുണ്ട്. എല്ലാവരും 25-ാം തീയതിക്കകത്ത് സഹകരിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഫീസിൽ നിന്ന് 2000 രൂപ ആവശ്യപ്പെടുകയാണ്. ദയവ് ചെയ്ത് ടോട്ടൽ ഫീസിൽ നിന്നാണ്. ടോട്ടൽ ഫീസിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും ഒത്തുചേർന്നതിന് ശേഷം തീരുമാനമറിയിക്കാം. സാഹചര്യങ്ങൾ പോലെ ആയിരിക്കും. എങ്കിൽ പാഠങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ നോക്കിയിട്ട് തീരുമാനങ്ങൾ. ഇപ്പോൾ എടുത്തു പോകുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു എന്ന് തോന്നരുത്. പാഠങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവാണ്. അറിവൊരിക്കലും ഒരു നഷ്ടമല്ല. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ഓരോ പാഠത്തിൽ നിന്നും ഓരോ അറിവ് നേടുന്നതാണ്. ആ അറിവ് ഇപ്പോൾ ഹൊറഗല്ലു എന്ന പാഠത്തിലൂടെ നമ്മളൊരു പുതിയ അറിവ് നേടാൻ പോവുകയാണ്. ഈ ഹൊറഗല്ലു എന്ന പാഠം എഴുതിയിരിക്കുന്നത് സുധാമൂർത്തിയാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്നാൽ ഒരു കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമായിരുന്ന, വളരെ ഉപകാരപ്രദമായിരുന്ന, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുത ഇന്ന് അതിൻ്റെ മറുപകർപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതേ പേരിൽ, മറ്റ് പല പുതിയ പേരുകളിലും അതേ സാഹചര്യം മറ്റ് പുതിയ പേരുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഹൊറഗല്ലു എന്നാൽ ചുമട് താങ്ങി എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഈ ഗ്രാമാന്തരങ്ങളിലൂടെ തലയിൽ ചുമടുമായിട്ടായിരുന്നു പോകുന്നത്. അത് മീനാകാം, മാങ്ങയാകാം, തേങ്ങയാകാം, ചീനിയാകാം, ചട്ടിയും കലവും ആകാം. ഇതെല്ലാം ഇങ്ങനെ തലയിൽ ചുമന്ന് കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് വകയായിട്ടാണ് ഈ 2 കല്ലുകൾ, വലിയ 2 കല്ലുകൾ കുഴിച്ചിട്ടേച്ച് അതിൻ്റെ മീതെ കുറുക്കിന്, അതായത് ഒരു ആൾപ്പൊക്കം, ഒരു ചുമട് ഇറക്കി അങ്ങോട്ട്, ഒരാളില്ലാതെ ഇറക്കി അങ്ങോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചുമട് താങ്ങി, അതിനെയാണ് ഹൊറഗല്ലു എന്ന് പറയുന്നത്. പണ്ട് മരച്ചുവടുകളിലോട് ചേർന്നായിരുന്നു, മരത്തിൻ്റെ ചുവടുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ദൂരത്ത് ഇങ്ങനെ നടന്നു വരുന്ന കൂട്ടത്തിൽ അവിടെ എന്തെങ്കിലും ഇത്തിരി വിശ്രമിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഒന്ന് ചുമട് താത്ത് വെക്കുന്നതിന് ഒരാളുടെ സഹായമില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും ഈ ചരക്കിറക്കി വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹൊറഗല്ലു, സുധാമൂർത്തി. Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella, with its branches providing much needed shade and succor. Travelers spent some time sitting under it and catching their breath before
going on their way. To make them comfortable, there was a horagalu under the tree. Horagalu literally means a stone that can bear weight. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler, and exchange news of the road. Cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journeys again. I am sure similar simple arrangements can be found in villages all over the country. So, ഹൊറഗലുവിൻ്റെ പ്രാധാന്യം ഹോട്ട് സമ്മറിലാണ്. ലേഖിക തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അവരുടെ ഗ്രാമത്തിൽ ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു, ആൽമരമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നേരം അവധിക്കാലത്ത് ചിലവഴിക്കുമായിരുന്നു. ആ മരം ഒരു വലിയ കുട പോലെയായിരുന്നു. ക്ഷീണിതരായ യാത്രക്കാരെ, ക്ഷീണിച്ച് അവസരായി വരുന്ന ആ ചുമടുമായിട്ട് വരുന്ന യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഒരാശ്വാസ കേന്ദ്രമായിരുന്നു അത്. ഈ ട്രാവലേഴ്സ് അവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് പരിചയം ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അവര് ശ്വാസമെടുക്കുന്ന ഒരിടവേളയായിരുന്നു അത്. അവിടെ രണ്ട് കല്ലുകൾക്ക് മീതെ കുറുക്കിന്, അതാണ് ഹൊറിസോണ്ടൽ, രണ്ട് കല്ല് കുഴിച്ചിട്ടേക്കും, അതിൻ്റെ മീതെ കുറുക്കിന് ഒരു കല്ലെടുത്ത് വെക്കും. അത് നിസ്സാരപ്പെട്ട കല്ലൊന്നുമല്ല, നല്ല വെയിറ്റുള്ള പാറക്കല്ലാണ്, ഒറ്റക്കല്ലാണ്. ഇത് ആ ഗ്രാമാന്തരങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. The Horagalu in our village holds special memories for me, as it is inextricably linked with my grandfather. എനിക്ക് എൻ്റെ ഗ്രാമത്തിലെ ആ ചുമട് താങ്ങിയോട് ചേർന്ന ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉള്ള സംഭവം ഒരു മഹത്തായ ഓർമ്മിക്കത്തക്ക ഒരു സംഭവമാണ്. എൻ്റെ അപ്പൂപ്പൻ അവിടെയായിരുന്നു സമയം ചിലവഴിക്കുന്നത്. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. അതിലെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം സംസാരിക്കാൻ ഒരാളിനെ കിട്ടുമായിരുന്നു. സുധാമൂർത്തിയുടെ അപ്പൂപ്പൻ ആ മരച്ചുവട്ടിൽ എപ്പോഴും കാണുമായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. Sitting under the banyan tree and talking to those resting there, when I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. കളിക്കുന്ന കൂട്ടത്തിൽ ക്ഷീണിക്കുമ്പോൾ സുധാമൂർത്തി അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്നിരുന്ന് അപ്പൂപ്പൻ പറയുന്നതും അവർ പറയുന്നതും ഒക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. Most of them were villagers taking a break from their work in the field nearby. They had to walk long distances each day, carrying heavy burdens on their heads. Tired out by the heat, they would drink the cool water, wash their face with it, and chat with the grandfather. Their conversation would be about their daily lives and worries. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും അവിടെ വരുന്നത്. ജോലിക്കൊക്കെ വരുന്നവരായിരിക്കാം, ചുമടുമായിട്ട് വരുന്നവരായിരിക്കാം, ജോലിയും കഴിഞ്ഞ് ഇച്ചിരി നേരം വിശ്രമിക്കാൻ വരുന്നവരായിരിക്കാം, ഒരുപാട് ദൂരം നടന്ന് പോകേണ്ടവരാണ്. അവർക്കെല്ലാം അപ്പൂപ്പനോട് പറയാനുള്ളതെല്ലാം അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചാണ്.
ഇപ്പം നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഒന്നിയിലിരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ എഴുന്നേറ്റ് അങ്ങ് പോകും. നമ്മുടെ പ്രയാസം നമ്മൾ ആരോടും പറയാൻ പറ്റാത്തൊരു കാലമാണ്. Masterji, this summer has been so hot. I have never seen such a dry weather. Oh, Masterji, it is getting difficult for me to carry these large loads on my head. Thank God for this Horagalu. I wish my son would help, but he only wants to go to the city. They spoke about the difficulties they lived with. അവർ ഒന്നിൽ അപ്പൂപ്പൻ്റെ അടുത്ത് പറയുന്നത് കാലാവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രയാസം, ജീവിതത്തെ തരണം ചെയ്യാൻ പറ്റുന്നില്ല, മക്കളെ സഹായിക്കുന്നില്ല, ജോലിയിലൊന്നും അവർ സഹായിക്കുന്നില്ല, മക്കൾക്കെല്ലാം അങ്ങ് സിറ്റിയിൽ പോയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും ഈ ഒരു ഹൊറഗലിലൂടെ ഉള്ളത് ഉപകാരമായി. They spoke about the difficulties they lived with. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. അപ്പൂപ്പനൊന്നും അങ്ങോട്ട് മറുപടി പറയത്തില്ല. സാധാരണ അധ്യാപകരങ്ങനല്ല. റിട്ടയർഡ് അധ്യാപകർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടല്ല. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്നവരും അധ്യാപക വൃത്തിയിൽ നിന്ന് പിരിഞ്ഞു വരുന്നവർക്കും വാദവരാതെ പറയാൻ കാണും. പക്ഷെ ഇവിടുത്തെ ഈ അപ്പൂപ്പൻ ആരോടും ഒന്നും അങ്ങോട്ട് പറയത്തില്ല. എല്ലാവരുടെയും പരാതി കേട്ടോണ്ടിരിക്കും. കേൾക്കാൻ ഒരാൾ വേണ്ടേ? നമുക്ക് തന്നെ അറിയാം. വീട്ടിലെ ഹൊറഗല്ലു ആരാണ്? ആർക്ക് പറയാം? വീട്ടിലെ ഹൊറഗല്ലു ആരാണ്? അമ്മ. അച്ഛൻ്റെ പരാതികൾ കേൾക്കണം, മക്കളുടെ പരാതികൾ കേൾക്കണം, അമ്മായിയപ്പൻ്റെ പരാതി കേൾക്കണം, അമ്മായിയമ്മയുടെ പരാതി കേൾക്കണം, പട്ടിയുടെയും പൂച്ചയുടെയും പശുവിൻ്റെയും ഒക്കെ പരാതി കേൾക്കണം. എല്ലാം കേൾക്കാൻ ഒരാൾ വേണ്ടായോ? ഇവിടെ അപ്പൂപ്പനെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അതൊരാശ്വാസമാണ് പറയുന്നവർക്ക്. ഒന്നുമില്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഭാരം കുറച്ചിറങ്ങും. After some time, they would pick up their burdens with some ease and go on their way. The Horagalu was an important feature in their lives, and as a child, I would often not understand why they blessed it so often for being there. ആളുകൾ വരുന്നവരെല്ലാവരും പറയും, ഇതിവിടെ ഉള്ളതൊരു അനുഗ്രഹം, ഇതൊരു ദൈവാനുഗ്രഹം, ഇതൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാ ഭാഗ്യവും ആർക്ക് കിട്ടും? ഹൊറഗല്ലു. ആരും ചീത്ത പറയാത്തൊരു സാധനം ഹൊറഗല്ലു മാത്രമേ. എല്ലാവർക്കും ആശ്വാസം. എന്നാൽ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഈ ലോഡ് എത്രയും താങ്ങണം. പക്ഷെ എല്ലാവരും നന്ദിയുള്ളവരാണ്. അതിനെ പുകഴ്ത്തിക്കണ്ടാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിലോ, പാലം കടക്കും വരെ നാരായണ, പാലം കടക്കുമ്പോൾ കൂരായണ. 10ാം ക്ലാസ് കഴിയുന്നത് വരെ റിസൾട്ട് ഇച്ചിരി എന്തെങ്കിലും അങ്ങോട്ട് ആയിപ്പോയാൽ പിന്നെ സാറ് ശപിച്ചുകൊണ്ടാകും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. 10+ കിട്ടി, 10ാം ക്ലാസ്സിൽ നിന്ന് പോയി ഒരു കുട്ടി 12ൽ അത്രയും കിട്ടിക്കാണത്തില്ല. അപ്പോഴത്തേക്ക് 10ാം ക്ലാസ്സിലെ സാറിനെ ശപിക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മളൊരു ഹൊറഗല്ലുവായി മാറണം. After all, it was only a stone bench. It was my grandfather who told me, child, a Horagalu is essential in any journey. അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, മോളെ, ഒരു യാത്രയ്ക്ക് ഒരു ഹൊറഗലു ആവശ്യമാണ്. ഒരു യാത്രയ്ക്ക് ഒരു ഹൊറഗലു ആവശ്യമാണ്. എ ഹൊറഗലു വാസ് വെരി എസെൻഷ്യൽ ഫോർ എ ജേർണി. ഇപ്പോഴത്തെ ജേർണിയുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പോഴത്തെ ഹൊറഗലു ഏതാണ്? നല്ല മുന്തിയ ഇനം ഹോട്ടൽ. നമ്മൾ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു മുന്തിയ ഇനം ഹോട്ടലിൽ കയറി വല്ലതും കഴിക്കുക, അത് നമ്മുടെ ഒരു ഹൊറഗലുവാണ്. എല്ലാ മേഖലകളിലും ഹൊറഗലു ഇന്ന് പല തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് മാത്രം. ഹൊറഗലു എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പണ്ടത്തെ ഹൊറഗലു 2 കല്ലിന്മേൽ ഒരു കല്ലായി. ഇന്നത്തെ ഹൊറഗലു വേറെ തലങ്ങളിലാണ്.
We all carry out burdens according to our situations and capacities. But every once in a while, we need to stop, put down that burden and rest. Only then can we be refreshed enough to pick up the load once more. ഹൊറകലു വേണം. നിശ്ചിത അകലങ്ങൾക്കിടയിൽ ഒരു ഹൊറകലു വേണം, ഒരു ഇടവേള വേണം നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഹൊറകലു ആകും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരോട് പറയാം. ചില സുഹൃത്തുക്കളുടെ എന്ന് പറയും, അവരവരിൽ നിന്ന് നാട് മൊത്തം പറയും. അവർ ഹൊറകലു അല്ല, അവർ അപകടകാരികളാണ്. The ഹൊറകലു gives everyone that opportunity to do so. It helps people regain their strength. അതായത് നമ്മൾ ഒരു ഊർജം വീണ്ടെടുക്കലാണ് ഒരു ഹൊറകലുവിലൂടെ നേടുന്നത്. പഠനത്തിനിടയ്ക്ക് നമുക്ക് ഹൊറകലു ആവശ്യമുണ്ട്. സ്കൂളിൽ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ കൗൺസിലിംഗ് ഒരു ഹൊറകലുവാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഹൊറകലുവാണ്. നമ്മുടെ അമ്മ ഒരു ഹൊറകലുവാണ്. ബെസ്റ്റ് ടീച്ചർ ഒരു ഹൊറകലുവാണ്. അപ്പം നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നത് എന്തും വിശ്വസിച്ച് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. അത് മറ്റൊരാളിൻ്റെ അടുത്ത് പറയുകയല്ല, നമുക്ക് സാന്ത്വനം തരും, ഒരാശ്വാസം തരും. അതാണ് ഹൊറകലു. ഇത്രയും 3 പാരഗ്രാഫ് വായിച്ച് വെക്കുക. നന്നായി അത് മനസ്സിലാക്കി വെക്കുക.